കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിൻ്റെ കൃപകളും കരുണയും കരുതലും ഓർത്ത് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് അവിടുത്തെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ള ഉന്നതനായ ദൈവത്തിന് വാഴ്ത്തുകൾ അർപ്പിക്കാം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. ജീവപര്യന്തം വഴി നടത്താൻ ജീവിതത്തിൻ്റെ ഓരോ ഏടുകളിലും ആർക്കും ഇറങ്ങി വന്ന് സഹായിക്കാൻ കഴിയാത്ത ഇടത്തൊക്കെ ഇറങ്ങി വന്ന് ഞാൻ വീര്യം പ്രവർത്തിക്കുമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജത്തിനായിട്ട് ഇന്ന് രാത്രിയിലും നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അവരോ അധികം നല്ലതിന് സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല എന്ന് നമ്മൾ തിരുവചനത്തിൽ പഠിക്കുമ്പോൾ ദർശിക്കുന്നത് പോലെ വിശ്വാസത്തിൽ പതറിപ്പോയ ഒരു സമൂഹത്തെ ഉറപ്പിച്ചു നിർത്താനാണ് എബ്രായ ലേഖനം എഴുതിയത്. ക്രിസ്തീയ മാർഗത്തിൽ വന്നപ്പോൾ പ്രതികൂലങ്ങൾ സഹിച്ച് എങ്ങനെ നിൽക്കുമെന്നറിയാതെ ഭയപ്പെട്ട തൻ്റെ ജനത്തെ ഉറപ്പിക്കാൻ ലേഖനകർത്താവ് എഴുതിയ ലേഖനം വളരെ ശ്രേഷ്ഠമാണ്. നിങ്ങൾ ഉറപ്പുള്ളവരായിത്തീരണം, കുലുങ്ങാത്തവരായിരിക്കണമെന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ വ്യക്തമായി വരച്ചു കാട്ടുന്നത്. ആരെങ്കിലും പതറിപ്പോകുന്നെങ്കിൽ നമ്മുടെ മേലുള്ള ദൈവിക നിയോഗവും ദൈവത്തിൻ്റെ അരുളപ്പാടും വ്യക്തിത്വങ്ങളുടെ ശ്രേഷ്ഠതയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ തൻ്റെ ജനം തയ്യാറാകട്ടെ. വരാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ഈ ദിവസങ്ങൾ ശക്തമായി പ്രഖ്യാപനം ചെയ്തു ആത്മാവിൽ മുൻപോട്ട് പോകാൻ ദൈവസഭ തയ്യാറാകട്ടെ, ദൈവജനം തയ്യാറാകട്ടെ, കുടുംബങ്ങൾ തയ്യാറാകട്ടെ. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ മാത്രമേ എന്നേക്കും നിലനിൽക്കുകയുള്ളാകിയാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ഈ ദിവസങ്ങൾ വ്യക്തിത്വം പ്രാപിപ്പാൻ ദൈവം ഇടയാക്കാൻ നമുക്ക് അവിടുത്തെ മുൻപാകെ സമർപ്പിക്കാം. കർത്താവേ, ഞാൻ ഒന്നുമില്ല, എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആര് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ തയ്യാറുണ്ടോ അവരെ സഹായിക്കാൻ, അവരെ ശക്തീകരിക്കാൻ ദൈവം എഴുന്നേറ്റ് വരും. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താൽ നാവ് വരളുമ്പോൾ അഗാറിൻ പൈതലിൻ്റെ കരച്ചിൽ കേട്ടവൻ നമ്മുടെ ദൈവം. വരണ്ട നിലത്ത് വിശപ്പടക്കി നീരുറവകളെ തുറക്കാൻ കഴിവുള്ള ഒരു ദൈവം. പ്രവചന പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ തന്നെ ഉത്ഭവിക്കുന്നു. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? കർത്താവ് എനിക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുന്നു, എൻ്റെ കുടുംബത്തിന് വേണ്ടി പുതിയതൊന്ന് ചെയ്യുന്നു, ഞാനത് വിശ്വസിക്കുന്നു എന്ന് ആര് ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്? ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജനറേഷന് വേണ്ടി ഇതാ പുതിയതൊന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവാണ് പുതിയത് ചെയ്യുന്നത്. അഖിലാണ്ടത്തിൻ്റെ ഉടയവനാണ് പുതിയത് ചെയ്യുന്നത്. സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് പുതിയത് ചെയ്യുന്നത്. താഴ്വൽ ഇറങ്ങി വരുന്നവനാണ് പുതിയത് ചെയ്യുന്നത്. അവിടുത്തെ മുൻപാകെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് നടത്തിയല്ല. കർത്താവേ, അങ്ങനെ സഹായിക്കണമേ, നിങ്ങളുടെ ശക്തി എൻ്റെ മേൽ വെളിപ്പെടുത്തണമേ. നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാം. മികാപ്രവചനം 5-ാം അധ്യായം 10-ാം വാക്യം. അന്നാളിൽ ഞാൻ നിന്റെ കുതിരകളെ നിന്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയും, നിന്റെ രഥങ്ങളെ നശിപ്പിച്ച് കളയും. 5-ാം അധ്യായം വളരെ ശ്രേഷ്ഠമാണ്. മികാ പ്രവാചകൻ എഴുതിയ ആ ഓരോ വാക്കുകളും അഭിഷേകത്തിൻ്റെതാണ്, പ്രവചനത്തിൻ്റെതാണ്. തൻ്റെ ജനത്തിനെതിരെ വാടകോരി നിൽക്കുന്ന ശക്തമായ വെല്ലുവിളികൾ. അതിൻ്റെ നടുവിൽ നീയോ ബേത്ലഹേമേ പ്രാർത്ഥേ, നീ യഹൂദാ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും ഇസ്രയേലിന് അധിപതിയായിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിക്കപ്പെടും.
അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും എന്ന് പറഞ്ഞിട്ടാണ് 5-ാം അധ്യായം ആരംഭിക്കുന്നത്. കാരണം ഒരു രാജകുമാരൻ ജനിക്കുന്നത് യഥാർത്ഥത്തിൽ കൊട്ടാരത്തിലാണ്. എന്നാൽ ഇവിടെ നോക്കണേ, ദൈവത്തിൻ്റെ അരുളപ്പാട് വളരെ ശ്രദ്ധേയമാണ്. സാധ്യതകളൊക്കെ മനുഷ്യൻ വില കൽപ്പിക്കുന്ന ഇടത്തൊന്നുമല്ല ദൈവത്തിൻ്റെ പ്രവർത്തികൾ. ഇവിടെ മനുഷ്യൻ എഴുതിത്തള്ളുന്ന ഏറ്റവും ചെറുത് കണ്ടോ, നീയോ ബേത്ലഹേമേ എഫ്രാത്തേ, യൂദാ സഹസ്രങ്ങൾ ചെറുതായിരിക്കുന്ന, ഒറ്റപ്പെട്ടിരിക്കുന്ന, എല്ലാവരും മാറ്റി നിർത്തുന്ന ഇടത്താണ് ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുന്നതെന്ന് ഇന്ന് എത്ര പേർക്ക് ചിന്തിക്കാൻ കഴിയും? അങ്ങനെയുള്ളവർ ദൈവത്തിന് മഹത്വം കരേറ്റാൻ, ദൈവകൃപ ഏറ്റെടുക്കാൻ, പരിശുദ്ധാത്മാവിനാൽ മുൻപോട്ട് പോകാൻ തയ്യാറാകുമെങ്കിൽ ദൈവം ഇന്ന് പകലിലും നിങ്ങളെ സഹായിക്കാൻ പോകുക. ദൈവം നിങ്ങളെ ഉദ്ധരിക്കാൻ പോകുക. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ ഇന്ന് പകൽ നിറയപ്പെടാൻ പോകുക. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എന്നിട്ട് പറയുകയാണ്, തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ഒരു ശേഷിപ്പുണ്ടാവും. അവരെ തകർക്കുവാൻ നോക്കുന്ന ഒരു ശക്തമായ വ്യാപാരമുള്ളപ്പോൾ തൻ്റെ ജനത്തെ ദൈവം ഒരു സിംഹം പോലെയാക്കും. അവൻ എഴുന്നേറ്റ് ദുഷ്ടശക്തികളെ കീറിക്കളയും. വൈരികൾക്ക് മീതെ തൻ്റെ ജനമായ ഇസ്രായേലിന്റെ കൈ ഉയർന്നിരിക്കും. സകല ദുഷ്ടശക്തികളും ഛേദിക്കപ്പെടും. എന്നിട്ടാണ് അന്നാളിൽ ഞാൻ നിന്റെ കുതിരശക്തികൾ അവകാശം പറഞ്ഞ് അധികാരം പറഞ്ഞു വാദിക്കുന്ന കുതിരശക്തികൾ, പവറുള്ളത്, വേഗതയുള്ളത്, ഉഗ്രതയുള്ളത്, ഇതിനെയൊക്കെ ദൈവം തകർക്കാൻ പോകുക. തൻ്റെ ജനത്തിൻ്റെ നടുവിൽ നിന്ന് ശക്തമായി വെല്ലുവിളിക്കുന്ന ശക്തമായ വെല്ലുവിളികൾ. അടുത്തത് നോക്കണേ, രഥങ്ങളെ വഴിമാറത്തിനെന്ന് പറഞ്ഞ് അധികാരം സ്ഥാപിച്ച് വാദിച്ച ഫറവോന്റെ രഥങ്ങൾ നമുക്കറിയാം. അശ്ശൂറിന്റെ രഥങ്ങൾ നമുക്കറിയാം. ഹല്ലേലൂയ. മാത്രമല്ല ബാബേലിന്റെ ശക്തിയുടെ ഗർവങ്ങൾ നമുക്കറിയാം. ഒരു കാരണവശാലും വിട്ടുകൊടുക്കത്തില്ലെന്ന് വാദിച്ച് മുമ്പ് പറഞ്ഞതുപോലെ വഴി മാറത്തില്ല. ശക്തമായ ചില വെല്ലുവിളികൾ കണ്ട് ജനം ഭയപ്പെടാതിരിക്കാൻ ദൈവം പറയുന്നു, ഞാൻ അതിനെ ഛേദിച്ചു കളയും, രഥശക്തികളെ ഞാൻ നശിപ്പിക്കും, വില്ലൊടിച്ച് കുന്തം മുറിച്ച്. 46-ാം സങ്കീർത്തനത്തിൽ രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്ന ദൈവം. പ്രൈസ് ഗോഡ്. ചുടേണ്ടതിനെ ചുട്ട് ബാക്കി വെക്കാതെ, ഇനി ആ ശക്തി ശേഷിക്കാതെ തൻ്റെ ജനത്തിനെതിരെ വാളോങ്ങി നിന്ന സകല വാളുകളെയും തകർക്കുന്ന ദൈവമഹത്വം ഇന്ന് പകലും വെളിപ്പെടുക. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കരേറ്റട്ടെ. ആഭിചാരങ്ങളും ക്ഷുദ്രങ്ങളും ഒക്കെ നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റിക്കളയാൻ ദൈവം ഇന്ന് പകലും എഴുന്നേൽക്കും കേട്ടോ. ജനത്തെ ക്ഷീണിപ്പിച്ചില്ലാതാക്കാൻ ശ്രമിക്കുന്ന സകല വ്യാപാരങ്ങളുടെ മേലും ദൈവം ചെയ്യുന്ന അന്നാളിൽ, ദൈവം എഴുന്നേൽക്കുന്ന നാളിൽ, അന്നാളിൽ ദൈവം പ്രവർത്തിക്കുന്ന നാളിൽ, അന്നാളിൽ ദൈവം കൈനീട്ടുന്ന നാളിൽ, അന്നാളിൽ ദൈവം കൽപ്പിക്കുന്ന നാളിൽ ഇന്ന് പകൽ ഛേദിക്കപ്പെടേണ്ടതും മാറ്റപ്പെടേണ്ടതുമായ വിഷയങ്ങൾ, വലിയ കല്ലുകളൊക്കെ ദൈവം എടുത്തു മാറ്റി യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. ദൈവം എഴുന്നേൽക്കും. നീ ചെറുതാണ്. അതുകൊണ്ട് തിരുവെഴുത്ത് വെളിപ്പാട് പുസ്തകത്തിൽ നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എൻ്റെ വചനം കാത്തതുകൊണ്ട് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന വാതിലിനെ അടയ്ക്കുവാൻ ആർക്കും സാധ്യമല്ലാതെ വണ്ണം ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽ വെളിപ്പെട്ടു വരിക. കരുണയുടെ കരം ഇന്ന് പകൽ നീട്ടുക. കരുത്തിൻ്റെ കരം നീട്ടുക. കരുതലിൻ്റെ കരം നീട്ടുക. കാരുണ്യത്തിൻ്റെ കരം നീട്ടുക. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ജയം പ്രഖ്യാപിക്കുന്ന പകൽക്കാലമാകട്ടെ. തൻ്റെ ജനത്തിൻ്റെ നടുവിൽ ഏതൊക്കെ മാർഗതടസ്സമുണ്ടോ, മൂവ് ചെയ്യിപ്പിക്കത്തില്ലെന്നും വാഗ്ദത്തത്തിലേക്ക് പ്രവേശിപ്പിക്കത്തില്ലെന്നും കാണിക്കത്തിൽ ആത്മാവിൽ ആരാധിപ്പിക്കത്തില്ലെന്നും വാതുകെട്ടി നിൽക്കുന്ന ശക്തിയുടെ മേൽ ഇന്ന് പകൽ തൻ്റെ ജനത്തിന് ജയം പ്രഖ്യാപിക്കുകയാണ്. അന്നാളിൽ ദൈവം എഴുന്നേൽക്കും. ദൈവത്തിൻ്റെ നാളിൽ ദൈവം എഴുന്നേൽക്കും.
ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് പകൽ വെളിപ്പെട്ട് വരിക. വിശ്വസിക്കുന്നവർ ആമേൻ പറയട്ടെ. ദൂതേറ്റെടുക്കട്ടെ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠയാലോചനയ്ക്കായി സ്തോത്രം. അന്നാളിൽ എഴുന്നേറ്റ് വന്ന് വീര്യം പ്രവർത്തിച്ച ദുഷ്ടസിംഹാസനങ്ങളെ തകർത്ത് അന്ധകാര മണ്ഡലങ്ങളെ തച്ചുടയ്ക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. തകർച്ചകൾ മാറട്ടെ, ഇടർച്ചകൾ മാറട്ടെ, ശിഥിലീകരണങ്ങൾ മാറട്ടെ. ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ജനത്തെ ക്ഷീണിപ്പിച്ച് അഭിഷേകത്തെ തടയുന്ന ദുഷ്ടവ്യാപാരങ്ങളുടെ മേൽ ഇന്ന് പകൽ ജയം കൽപ്പിക്കുന്നു. പിശാചല്ല വലുത്, ഞങ്ങളുടെ മേൽ വെളിപ്പെടുന്ന ദൈവശക്തിയാണ് വലുത്. ഒരു ദുഷ്ടനെയും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് പകലിലും ഞങ്ങൾക്ക് ജയം നൽകുന്ന, ഞങ്ങളുടെ കുടുംബത്തിന് ജയം നൽകുന്ന, ദൈവസഭകൾക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, അവിടുത്തെ ആത്മാവിനാൽ തന്നെ അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെട്ട് വന്നിരിക്കയാൽ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമം ചൊല്ലി അവിടുത്തെ ജനത്തെ, തലമുറകളെ, ദൈവസഭകളെ, അഭിഷക്തന്മാരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ നൽകിയ വിടുതലുകൾക്കായി, സൗഖ്യത്തിനായി, സമാധാനത്തിനായി, ദൈവശക്തിക്കായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.